ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 74ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന മൂവിയിലെ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത അനുരാഗത്തിൻ വേളയിൽ എന്ന് പറയുന്ന പാട്ടാണ്. അതിൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള പല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഷാൻ റഹ്മാൻ്റെ ഒരു നല്ല ഹിറ്റ് സോങ് ആണ് അനുരാഗത്തിൻ വേളയിൽ എന്ന് പറയുന്നത്. അപ്പം ആ പാട്ടിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള വായിച്ച് നമ്മൾ നൊട്ടേഷൻ പഠിക്കാം. ഓക്കെ, അത് ഞാൻ ആദ്യത്തെ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നൊട്ടേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് സി ഡി ഇ, സി ഡി ഇ, സി ഡി ഇ, സി ഡി ഇ. അടുത്തത് ഇ ഇ ഡി, ഇ ഇ ഡി, സി ഡി ഇ, ഇ ഇ ഡി. അടുത്തത് സി ബേസിലത്തെ എ, ബാസിലേക്ക് നമ്മൾ പോകുന്നു. എ സി എ സി എ സി ഡി, സി എ സി ഡി, സി എ സി ഡി, സി എ സി ഡി, സി എ സി ഡി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സി ഡി ഇ, സി ഡി ഇ, ഇ ഇ ഡി, സി എ സി ഡി. ഓക്കെ, അപ്പോൾ അത് വായിക്കേണ്ട 2 പ്രാവശ്യം വായിക്കുക. ഓക്കെ, ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത്, അടുത്ത ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, മനമേ നീ പാട്, ആ ലൈനാണ്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി ഡി ഇ, സി ഡി ഇ, സി ഡി ഇ, സി ഡി ഇ. അടുത്തതെന്ന് പറയുന്നത് ജി എ ഇ, ജി എ ഇ, ജി എ ഇ, ജി എ ഇ. അടുത്തത് അടുത്തത് ഇ ജി ഡി, ഇ ജി ഡി. ഒരു 2 ഡി, ഇ ജി, ഇ ജി ഡി ഡി. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സി ഡി ഇ, അടുത്തത് ജി എ ഇ, അടുത്തത് ഇ ജി ഡി ഡി. ഓക്കെ, അത് വായിക്കേണ്ടത് ഓക്കെ. ഇനി അടുത്തത് അറിയുന്നുണ്ടെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഓക്കെ, ആ ഭാഗമാണ്. അപ്പം അത് രണ്ടും ഒരേ ഇത് തന്നെയാണ്. 2 പ്രാവശ്യം വായിച്ചാൽ മതി. അപ്പോൾ അതിന് നമുക്ക് നോക്കാം. ആദ്യം വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് നോട്ട്. അപ്പോൾ ആ നോട്ട് നമുക്കൊന്ന് വായിച്ച് പറഞ്ഞുതരാം. ഇ ജി എ സി, ടോപ്പിലത്തെ സിയിലേക്ക് പോകുന്നു. ഇ ജി എ സി. ഓക്കെ, ഇ ജി എ സി. അടുത്ത് സി സി ബി, സി സി ബി, സി സി ബി. അപ്പം ഇ ജി എ സി, ഇ ജി എ സി. അടുത്തത് സി സി ബി. ഓക്കെ, ഒന്ന് പറഞ്ഞുതരാം. ഇ ജി എ സി, സി സി ബി, സി സി ബി. അടുത്ത അതിൻ്റെ ഭാഗം, ലാസ്റ്റ് ഭാഗം എ ജി ജി എ, എ ജി ജി എ, എ ജി ജി എ, എ ജി ജി എ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇ ജി എ സി,
സി സി ബി എ ജി ജി എ. ഇത് 2 തവണ വായിക്കുക. ഓക്കെ. അപ്പം ഈ പാട്ടിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് നമ്മൾ ഇനി വായിക്കുക. പല്ലവിയുടെ അവസാന ഭാഗമാണ് അവളെൻ്റെ മാത്രം എൻ്റെ മാത്രം, ആ ഭാഗം. ഓക്കെ, വായിച്ചു നോക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഓക്കെ. അപ്പം എ സി സി എ സി സി എ സി സി ജി എ സി സി ജി എ സി സി ജി എ സി സി ജി ജി എ സി സി ജി ജി എ സി സി ജി ജി എ. ഒന്നുകൂടെ കാണിച്ചു തരാം. എ സി സി ജി ജി എ സി സി ജി ജി എ. അതിൻ്റെ അവസാന ഭാഗം എ ഇ ഇ എ ഇ ഇ എ ഇ ഇ. അടുത്ത എ ഇ ഇ ഇ ഇ എ ഇ ഇ. അടുത്തത് ജി ഇ ഡി ജി ഇ ഡി സി 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 ജി ഇ ഡി സി. ഈ ലാസ്റ്റ് പോകുന്നൂടെ പറഞ്ഞുതരാം. എ സി സി ജി ജി എ സി സി ജി ജി എ. അടുത്തത് എ ഇ ഇ ജി ഇ ഡി സി ജി ഇ ഡി സി. അപ്പം പല്ലവി ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ആ പാട്ട് കേട്ട ശേഷം നിങ്ങൾ ഇത് വായിച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ റിപ്ലൈ തീർച്ചയായിട്ടും തന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. മുന്നോട്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഒരു പ്രചോദനമാകാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫാമിലി, ഫ്രണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാൻ വലിയൊരു സഹായമായിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.